ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് തുടരും കണ്ടു. തുടരും ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ട് കുറേ നാളായി. കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇങ്ങനെ കണ്ടിട്ട് വർഷങ്ങളായി. ലാലേട്ടൻ യെസ്, ഉറപ്പായിട്ടും സൂപ്പർ പടം. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ലാലേട്ടനെ കുറേ നാളായി ഈ ഒരു അഭിനയം കണ്ടിട്ട്. എന്താ സെറ്റപ്പ്! ഒന്ന് രണ്ട് സീൻസ് ഉണ്ട് നമുക്കിങ്ങനെ രോമാഞ്ചം ഉണ്ടാക്കുന്ന സീൻസൊക്കെ. അയ്യോ, തിയേറ്ററിൽ ഞങ്ങൾ കയറിയെടുത്ത് ഓളുണ്ടാക്കുന്ന തിയേറ്റർ അല്ല, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ മസ്കറ്റിലാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഓളം ഉണ്ടാക്കുന്ന നാട്ടിൽ കിട്ടുന്ന ഒരു ഹരം ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ കിട്ടിയില്ല. എന്നാലും നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കൂയി ഞങ്ങൾ ഓളം വെച്ചു. എന്റെ ദൈവമേ, ഓളം വെച്ചു. സൂപ്പർ പടം. ലാലേട്ടനെ കാണാനായിട്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു പോയവരാണ്. ഞങ്ങളുടെ പഴയ ലാലേട്ടനെ കാണാനായിട്ട് ഞങ്ങൾ ലാലേട്ടനെ കണ്ടു. പിന്നെ പ്രകാശ് വർമ്മ സാറ്, ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ വില്ലന്മാരെ നമ്മുടെ നാട്ടിലുള്ളപ്പോ നമ്മൾ എന്തിനാ പുറത്തുനിന്ന് വില്ലന്മാരെ കൊണ്ടുവരുന്നേ? എന്ത് രസാ സാറിന്! ഇത്രയും കഴിവുള്ള വില്ലന്മാരൊക്കെ ഉണ്ടോ? ഒന്നും പറയാനില്ല സാറിന്റെ ഒരു ഇത്. ഇത്ര ഇൻഡാക്റ്റ് ആയിട്ടുള്ള വെൽ റിട്ടേൺ സ്റ്റോറി. അതില് നമുക്കൊരു പിന്നെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ചെറുതായിട്ടൊന്ന് ലാഗ് ചെയ്യുന്ന പോലെ തോന്നിയാലും സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല. പിന്നെ ശോഭനമ്മ, ഈ ഒരു കോംബോ തന്നെ എത്ര തലം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 30-40 വർഷങ്ങളായി കാണുമായിരിക്കും ഈ കോംബോ ഇങ്ങനെ ഇടയ്ക്കാണെങ്കിലും വരുന്നത്. മാം ഡാൻസ് ഒക്കെ മെയിൻ ആയിട്ട് എടുത്തോ, പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് മലയാളത്തിൽ ഇങ്ങനത്തെ ഓരോ സിനിമകൾ ചെയ്യുക. ഞങ്ങളെ ഹാപ്പിയാക്ക്. ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് തുടരും മൂവി കണ്ടിട്ട്. എല്ലാവരും കാണണം. നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണിത്. നമ്മളത് തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ മാത്രം കിട്ടുന്നൊരു ഫീലുണ്ട്. അത്ര നല്ലൊരു സ്റ്റോറി. പിന്നെ മൂവിയുടെ BGM ഒരു രക്ഷയില്ല കേട്ടോ. അത്ര എല്ലാം അടിപൊളിയാണ്. ഓരോരുത്തരും അവർ ചെയ്തു വെച്ചേക്കുന്ന റോൾ അത്ര അധികം പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അല്ലേ? ഇപ്പൊ അടിപൊളിയായി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് പോയി കാണേണ്ട മൂവി തന്നെയാണിത്. എല്ലാരും ഒന്ന് കാണുക. പിന്നെ എല്ലാരും അടിച്ചു പൊളിക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചിരോടെ ഓളം ഉണ്ടാക്കാറുണ്ട് നമുക്ക്. പിന്നെ തരുൺമൂർത്തി, നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന വലിയൊരു കാര്യമാണ് ചെയ്തു വെച്ചേക്കുന്നത്. അത്ര നല്ല മൂവീസ് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി നിങ്ങളുടെ പേര് കണ്ടോണ്ട് ഞങ്ങൾ തിയേറ്ററിൽ പോകും. അത്ര നന്നായിട്ടാണ് ഈ മൂവി ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ലൂസിഫറിൽ വിവേക് ഒബ്റോയ് ചെയ്ത പോലെയാണ് നമ്മുടെ ഈ മൂവിയിൽ പ്രകാശ് വർമ്മ സാറ് ചെയ്തു വെച്ചേക്കുന്നത്. അത്ര രസമാണ്. ഭയങ്കര രസമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ലാലേട്ടന് പറ്റിയൊരു വില്ലൻ കേട്ടോ. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു വില്ലൻ, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വില്ലൻ. എന്ത് കൂളാ! ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. നമുക്ക് അത് കണ്ടതിൽ ഒരു സമയം അല്ലെങ്കിൽ ഒരു രൂപ പോലും നഷ്ടമില്ല നമ്മൾ ഈ മൂവി കാണാൻ പോയതിൽ. ശരിക്കും ഇത് റിലീസിന്റെ അന്ന് തന്നെ പോയി കാണണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ലാലേട്ടന്റെ ആ ചിരിയും തമാശയും കളിയും എല്ലാം തിരിച്ച് വന്നു. പടത്തിന്റെ വേറൊരു അതെ, ഭയങ്കര രസമാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി ഞങ്ങക്ക്. കുറച്ചും കൂടെ നമ്മുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റി കുറച്ചുകൂടെ ടീം ഉണ്ടാവണമായിരുന്നു പടം കാണാനായിട്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. എനിവേ, ഭയങ്കര രസമാണ്. എല്ലാരും പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.